എടാ മഹേഷേ, ഞാൻ വരാൻ ഒരല്പം വൈകും. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട്. വേണ്ട വേണ്ട ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ. പക്ഷെ അവർക്ക് നിർബന്ധം. പിന്നെ പാവങ്ങളല്ലേ എന്ന് കരുതി ഞാൻ അങ്ങ് സമ്മതിച്ചു. അവരെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. നമ്മളിതൊക്കെ എന്തോരം കണ്ടിട്ടുള്ളതാ. എന്നാ ശരി, ഞാൻ വിളിക്കാം. എടാ മഹേഷേ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. പിങ്ക് കളറിൽ ബ്ലൂ ഡിസൈനുള്ള സാരി. വസ്ത്രമൊക്കെ പറഞ്ഞത് കറക്റ്റാ. പക്ഷേ സുന്ദരിയായ സ്ത്രീയെ കാണാനില്ലല്ലോ. അയ്യോ മോളെ, ഞാൻ തന്നെ ആ സുന്ദരിയായ സ്ത്രീ, ശീലാവതി. സത്യാണോ ചേച്ചി? സത്യമാ. വേണമെങ്കിൽ ഫോണിൽ ഒന്നുകൂടെ വിളിച്ച് മോളെ ഉറപ്പ് വരുത്തിക്കോ. ഫോൺ വിളിച്ച സുന്ദരി തന്നെ ഈ സുന്ദരി. ഞാനൊരു തമാശ പറഞ്ഞതല്ല എന്റെ ശീലാവതി കുട്ടി. അയ്യോ, കുട്ടിയോ? ഞാനോ? പിന്നല്ലാതെ. കൂടി വന്നാ എന്നേക്കാൾ 3-4 വയസ്സ് കൂടുതൽ പ്രായം കാണും. അപ്പൊ പിന്നെ കുട്ടി തന്നെയല്ലേ. മോക്കെത്ര വയസ്സായി? എനിക്ക് 24 വയസ്സായി. ചേച്ചിക്കോ? നീതു പറഞ്ഞത് നേരാ. എനിക്ക് ചിലപ്പോ ഒരു 4 വയസ്സ് കൂടുതൽ കാണും. വരുന്ന കന്നിമാസത്തില് എനിക്ക് 28 വയസ്സ് തികയും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അത്രേ തോന്നൂ. ഞാൻ ഒടുക്കത്തെ ഗ്ലാമർ അല്ലേ മോളെ? പിന്നല്ലാതെ. ഗ്ലാമർ ഉള്ളവരെയല്ലേ ഞങ്ങള് പത്രക്കാർ ഇന്റർവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്യുള്ളൂ. ശരി, എനിക്ക് ചോദ്യം ചോദിച്ചോളൂ. എന്താ നീതുവിന് അറിയേണ്ടത്? നേരത്തെ ചേച്ചി പറഞ്ഞ കുട്ടിമണിയുടെ കാര്യം തന്നെ. കുട്ടിമണിയെ രാഹുലിനെ സഹായിക്കാൻ വേണ്ടിയാ ചേച്ചി ജലജാന്റിയുടെ വീട്ടിൽ നിന്ന് പോയതെന്ന് ഞാൻ അറിഞ്ഞു. ഓക്കെ, എല്ലാം പറയാം. നോട്ട് ദ പോയിന്റ്. കുട്ടിമണിയെ സ്വന്തമാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ രാഹുലിനെ എന്നെ മാണിക്യമംഗലത്ത് നിന്ന് കടത്തിയത്. പക്ഷേ ഞാൻ രാഹുലിന്റെ അടുത്തെത്തിയപ്പോ അവിടെ ഉണ്ട് മനസ്സിജൻ, അതായത് കുട്ടിമണിയുടെ ഭർത്താവ്. പാവം മനസ്സിജൻ. അവന്റെ കയ്യിൽ നിന്ന് കുട്ടിമണിയെ രാഹുലിന് തട്ടിയെടുത്തത് തീരെ ശരിയായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കളം മാറ്റിച്ചു. രാഹുലൻ ചെയ്യുന്നത് നീതിയല്ലല്ലോ. ഭാര്യ ജീവിക്കേണ്ടത് ഭർത്താവിന്റെ കൂടെയല്ലേ? കുട്ടിമണിക്കപ്പോ ഭർത്താവിനോട് സ്നേഹമില്ലേ? അതല്ലേ കഥ. കുട്ടിമണി പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയില്ലേ? മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നാൽ കുട്ടിമണി തീർച്ചയായും മനസ്സിജന്റെ കൂടെ തന്നെ പോകും. ചക്കരയും ഈച്ചയും പോലെ ഒന്നിച്ചു കഴിഞ്ഞിരുന്നവരല്ലേ അവര്. ഈ മണ്ടൻ രാഹുലിന് അത് വല്ലതും അറിയാമോ? വിഡ്ഢി. അവൻ കുട്ടിമണിക്ക് വ്യാളി ആലോചിക്കുക. വ്യാളിയോ? ആ, വ്യാളി. നമ്പൂതിരിമാര് കല്യാണത്തിന് പറയുന്ന പേരാ വ്യാളിന്ന്. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, കല്യാണം എന്ന് പറയുന്നത് ഒരു വ്യാളി തന്നെയാ. മര്യാദയ്ക്ക് ജീവിക്കുന്ന പെമ്പിളാരെ പിടിച്ചു വിഴുങ്ങുന്ന ഭീകരനായ വ്യാളി. ആണല്ലേ? ആ, പിന്നല്ലാതെ. പത്രക്കാരിയായിട്ടും ഇക്കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലേ? ഇല്ലേ ചേച്ചി, എനിക്ക് ഈ വ്യാളിയൊന്നും കഴിച്ച് പരിചയമില്ലേ. അങ്ങനെ വരട്ടെ. ഒരു പ്രായത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും തോന്നും കല്യാണമാണ് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യ സംഗതിയെന്ന്. പുതുമോടി മാറിക്കഴിയുമ്പോഴേ അറിയൂ പെട്ടുപോയെന്ന്. പിന്നെ മോള് കല്യാണം കഴിക്കണ്ട കേട്ടോ. ഇല്ലേ ചേച്ചി, ചേച്ചി പറയുന്നത് എന്താണോ അതുപോലെ ഞാൻ ചെയ്യാം. പിന്നെ എനിക്ക് രാഹുലിന്റെ കാര്യങ്ങളാ കൂടുതൽ അറിയേണ്ടതേ. ആളെങ്ങനെ, നല്ല ചെറുപ്പക്കാരനാണോ? പിന്നെ തങ്കപ്പെട്ട സ്വഭാവമല്ലേ. വലിയും കുടിയും പിടിയും ഒന്നുമില്ല. വലിയും കുടിയും മീൻസ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്. വാട്ട് ഈസ് പിടി ചേച്ചി? പിടിയെന്ന് പറഞ്ഞ പെണ്ണുപിടിയേ? ഓ, അതുമില്ല. വെരി ഓൾഡ് ജനറേഷൻ ചെറുപ്പക്കാരൻ. യു നോ? ഓ, ഇയാൾക്ക് ജോലി വല്ലതും ഉണ്ടോ? ഓ പിന്നെ ഭയങ്കര ജോലിയല്ലേ. കുട്ടിമണിയുടെ സെക്യൂരിറ്റി ഓഫീസർ. അവളെ ഇടം വലം വിടാതെ പുറകെ നടക്കുക അവന്റെ ജോലി. ഓ, ഈ രാഹുലിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയും ചേച്ചിയും. രണ്ടും വട്ട് കേസുകളാ. രണ്ടിനും ഇപ്പോ ഒറ്റ ആലോചനയേ ഉള്ളൂ. കുട്ടിമണിയെ എങ്ങനെയെങ്കിലും രാഹുലിനെ കൊണ്ട് കെട്ടിക്കുക. എവിടെ നടക്കാൻ? ഫീച്ചർ എഴുതാൻ വേണ്ടി കുട്ടിമണിയെ നേരിട്ട് കാണണ്ടേ? ഫോട്ടോ വേണ്ടേ? കുട്ടിമണിയെയും രാഹുലിനെയും ഇപ്പൊ കാണണ്ടേ ചേച്ചി? രാഹുലിന്റെ അമ്മയോ ചേച്ചിയോ പരിചയപ്പെടാൻ വല്ല മാർഗമുണ്ടോ? വഴിയൊക്കെ ഉണ്ട്. പക്ഷെ പത്രക്കാരിയാണെന്ന് കേട്ടാ രണ്ടാളും അടുപ്പിക്കുമെന്ന് തോന്നുന്നു. പത്രക്കാരിയാണെന്നൊന്നും പറയണ്ടേ ചേച്ചി. ബ്രാഹ്മൺസ് ആണെന്നല്ലേ പറഞ്ഞത്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച്
ഒരു സർവേ എടുക്കാൻ വന്നാണെന്ന് പറയാം. അത് കൊള്ളാം മോളെ. ഓക്കെ അല്ലേ? എങ്കിൽ നീ വാ. പിന്നെ രാഹുലിന്റെ ചേച്ചി രാധിക മുത്താരമ്മൻ കോവിലിലേക്ക് പോകുന്നത് ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. അരമണിക്കൂർ കോവിലിൽ അവൾക്ക് തപസ് നിർബന്ധമാണ്. ഓ അങ്ങനെ. അവിടെ നിന്ന് ഇറങ്ങുമ്പോ നമുക്ക് കാണാം. ശരി ചേച്ചി. വാ മോളെ. നിന്റെ അച്ഛൻ വലിയ വാശിയില്ല. ഞാൻ വെക്കുന്നൊന്നും കഴിക്കുന്നില്ല. രാവിലെ തന്നെ പെങ്ങടെ വീട്ടിലേക്ക് കെട്ടിയെടുത്തിട്ടുണ്ട്. അവിടെ എന്തിരുന്നിട്ടാണോ എന്തോ. എടി പെണ്ണേ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആ കേട്ട്. ആ എങ്കിൽ പറ, ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാ ഞാൻ രവിയേട്ടനോടൊപ്പം പോണെന്നല്ലേ അമ്മ പറഞ്ഞു വരുന്നത്. ഓ, അപ്പൊ എന്റെ പുന്നാര മോള് രവിയേട്ടനെ കല്യാണം കഴിക്കുന്ന കാര്യം സ്വപ്നം കാണുകയായിരുന്നല്ലേ? ഞാനിത് തീരുമാനിച്ചമ്മേ. ഓ, രവിയേട്ടനില്ലാതെ എനിക്കിനിയൊരു ജീവിതമില്ല. ഒരൊറ്റ തൊഴിവെച്ചൊരു ഞാൻ വെറുതെ ഇരുന്ന് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. അത് നടക്കണമെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അല്ലാതെ സ്വപ്നം കണ്ടിരുന്നാലേ ചിറകൊടിഞ്ഞ കിനാബുകൾ. കരിനാക്ക് വളയ്ക്കാതമ്മേ. എനിക്ക് എന്താ ഒരു കുറവ്? ബുദ്ധിയില്ലേ? സൗന്ദര്യമില്ലേ? തറവാടിത്തമില്ലേ? പിന്നെ രണ്ടാം കെട്ടാണെന്നൊരു ദൂഷ്യമുണ്ട്. ആ ദൂഷ്യം എന്റെ രവിയേട്ടനും ഉണ്ടല്ലോ. ഞാൻ അതൊക്കെ അങ്ങ് മറക്കാൻ തയ്യാറാ. നീ മറക്കുമായിരിക്കും. കാരണം അവൻ കാശുകാരനും വലിയ ജോലിക്കാരനും ഒക്കെ ആണല്ലോ. തിരിച്ച് അവൻ നോക്കുമ്പോ നിനക്കെന്താടിയുള്ളത്? അവന്റെ വീട്ടുകാരെ നാഴികയ്ക്ക് 40 വട്ടം ചീത്ത വിളിക്കുന്ന തന്തയുടെ മോളാ നീ. അച്ഛൻ ഇങ്ങനെ ആയിപ്പോയത് എന്റെ തെറ്റാണോ അമ്മേ? ഓ, നിന്റെ തെറ്റല്ല, സമ്മതിച്ചു. പക്ഷെ കല്യാണം നടക്കണമെങ്കിലേ നീ വയലോരം വീട്ടിൽ പോയി ആ അപ്പച്ചി അമ്മയെ കയ്യിലെടുക്കണം. അവര് പറഞ്ഞാലേ ആ രവി അനുസരിക്കൂ. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ അമ്മേ? അവിടുത്തെ വീട്ടുജോലിയൊക്കെ ചെയ്ത് ഞാൻ അപ്പച്ചിയമ്മയെ സോപ്പിടാം. അതിനെ നിനക്ക് എന്ത് വീട്ടുജോലി അറിയാവുന്ന? വല്ലതും പഠിപ്പിച്ചു വന്നാലും നീ പഠിക്കില്ലല്ലോ. അമ്മ പറയാമേ, ഞാൻ ഇനി ഇവിടത്തെ എല്ലാ ജോലിയും ചെയ്ത് പഠിക്കാം. എങ്കിലേ വേഗം പോയി ചൂലെടുത്തോണ്ട് വാ. നിന്നെക്കൊണ്ട് ആദ്യം ഞാൻ മുറ്റം തൂത്തുമായിരിക്കാം. അല്ല, ഫ്രഷായിട്ട് നാളെ പഠിച്ചു തുടങ്ങിയാ പോരെ? പോരാ, ഇപ്പൊ തന്നെ തുടങ്ങണം. 2 ദിവസം കൊണ്ട് നീ പണിയെല്ലാം പഠിച്ചെടുക്കണം. എന്നെ കൊണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യിക്കാനുള്ള നമ്പറല്ലല്ലോ അല്ലേ? നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാ മതി. ഞാൻ മുറ്റത്തുണ്ടാവും. പഠിച്ചേക്കാം. എന്റെ രവിയേട്ടന് വേണ്ടിയില്ലേ? രവിയേട്ടാ, ഏട്ടൻ അറിയുന്നുണ്ടോ ഈ അരുന്ധതിയുടെ ത്യാഗത്തെ പറ്റി? അമ്മേ. ആ, വർക്കേഴ്സിന്റെ കോൺഫിഡൻഷ്യൽ ഫയൽ ഉണ്ടാക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. വർക്കേഴ്സിന്റെ സാലറി ഹൈക്കിന്റെ ഫയൽ റെഡിയായോ? ഉടനെ റെഡിയാവും സർ. HR ഡിപ്പാർട്ട്മെന്റിന്റെ സാങ്ഷൻ കൂടി കിട്ടിയിട്ട് പ്രസന്റ് ചെയ്യാന്ന് കരുതി. അതെന്താ അങ്ങനെ? HR സാങ്ഷൻ ഇല്ലാതെ ഞാനും അച്ഛനും ഫയൽ കാണാൻ പാടില്ലേ? അതല്ല സർ, എന്തെങ്കിലും കറക്ഷൻസ് അവർക്ക് പറയാനുണ്ടെങ്കിലോ എന്നേ കരുതിയുള്ളൂ. ആ, ഓക്കെ, നാളെ കാണാം. ശരി സർ. നീതു സർ, ഞാൻ രാഹുലിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. നേരിട്ട് കണ്ടില്ലെങ്കിലും ശീലാവതി എന്ന സ്ത്രീ വഴി രാഹുലിന്റെ ചേച്ചി രാധികയെ പരിചയപ്പെട്ടു. എന്നിട്ട്? ആചാരങ്ങളും വിശ്വാസങ്ങളും കുറെയൊക്കെ അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു ബ്രാഹ്മൺ ഫാമിലിയാ. അവരൊക്കെ ഇപ്പോ രാഹുലിന്റെ വേളി നടത്താനായിട്ടുള്ള ഒരുക്കത്തിലാ. വേളിയോ? അതെ സർ. ഒരു അപകടത്തെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ആ വീട്ടിലുണ്ട്, കുട്ടിമണി. അവളെ രാഹുലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാ വീട്ടുകാരുടെ തീരുമാനം. അതിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൂടി വിവാഹത്തിന് സമ്മതിക്കണ്ടേ? അതെനിക്കറിയില്ല. ഏതോ വലിയ ഇല്ലത്തെ കുട്ടിയാന്നാ രാധിക പറഞ്ഞത്. വയലോരമില്ല, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. വയലോരം ഇല്ലോ? അതിലൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് സർ. ശീലാവതി ചേച്ചി പറഞ്ഞതനുസരിച്ച് ആ കുട്ടി ബ്രാഹ്മണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാധിക പറഞ്ഞത് ആ കുട്ടിയുടെ ഏട്ടന്മാര് വലിയ തന്ത്രിമാരാണെന്നാ. അടുത്ത നീക്കം വയലോര ഇല്ലത്തേക്ക് നടത്താന്നാ ഞാൻ കരുതുന്നു. വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല നീതു. ആവശ്യമുണ്ട് സർ. ഈ വിവാഹത്തിന് കുട്ടിമണിയുടെ വീട്ടുകാർക്ക് സമ്മതമാണോന്ന് അറിയണ്ടേ? തന്നെ ഞാൻ അങ്ങോട്ട് അയച്ചത് കുട്ടിമണിക്ക് കല്യാണം ആലോചിക്കാനല്ല, രാഹുലൻ എന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാ. ബട്ട് സർ, രാഹുലിന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് കുട്ടിമണി. അവളെ ഒഴിവാക്കിയ രാഹുലിന് പിന്നെ ജീവിതമില്ല സർ. എങ്കിൽ പിന്നെ തന്റെ അന്വേഷണം അവസാനിപ്പിച്ച് ഫയലങ്ങ് ക്ലോസ് ചെയ്യാം. അയ്യോ സർ, ഞാൻ ഉദ്ദേശിച്ചത്... താൻ എന്തുദ്ദേശിച്ചാലും അതെനിക്ക് വിഷയമല്ല. എനിക്കറിയേണ്ടത് രാഹുലൻ എന്ന വ്യക്തിയെക്കുറിച്ചാ. ഒരു ദുഷിച്ച സ്ത്രീയാ രാഹുലിനെ കുട്ടിമണിയുടെ സംരക്ഷകനാക്കിയത്. ആ ദുഷിപ്പ് രാഹുലിന്റെ സ്വഭാവത്തിനുണ്ടോയെന്ന് എനിക്കറിയേണ്ടത്.
മറ്റൊന്നും കുട്ടിയുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണ്ട. ഓക്കെ സർ, ബട്ട് വൺ തിങ്, സാറിന്റെ അന്വേഷണവും കുട്ടിമണിയെ ചുറ്റിപ്പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിവേ, ഞാനിനി രാഹുലിനെ പറ്റി മാത്രം അന്വേഷിക്കാം. ഓക്കെ, എന്തായാലും വയലൂരും വീട്ടിലേക്ക് കുട്ടിയുടെ എൻക്വയറി നീളണ്ട. ഓക്കെ സർ. വയലോരം വീട്, വയലോരമില്ല. വെരി ഇൻട്രസ്റ്റിംഗ്. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് അവിടെ കൂടി ഒന്ന് കേറിയില്ലെങ്കിൽ ഒരു ത്രില്ലില്ല. കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ, ആരോ വരുന്നുണ്ട്. നമ്മുടെ കുട്ടാപ്പു ആയിരിക്കും. അല്ല, ഇവിടെ എല്ലാരും ഇപ്പൊ കാത്തിരിക്കുന്നത് അവനെയല്ലേ? കടയുടെ ലോണിന്റെ കാര്യം അന്വേഷിക്കാനാണെന്ന് പറഞ്ഞ് ബാലേട്ടൻ രാവിലെ ഇറങ്ങി പോയതാ. ബാങ്കിലേക്ക് തന്നെയാണോ അതോ ഇനി അനാഥാലയത്തിലേക്കാണോ എന്തോ? അനാഥാലയത്തിലേക്ക് ചെന്നാൽ അവർ കുഞ്ഞിനെ കാണിക്കത്തൊന്നുമില്ല. അവർക്ക് പലതരം നിയമങ്ങളാണ് അവിടെ. ഓ, അപ്പൊ പോയി നോക്കിയിട്ടുണ്ടല്ലേ? നിങ്ങളുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ് അപ്പച്ചമ്മേ. കയ്യിലിരിക്കുന്ന പൊന്നിനെ തിരിച്ചറിയാതെ കാക്കപ്പൊന്ന് തേടി നടക്കുക ഇവിടെ എല്ലാവരും. കൂടുതലൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പച്ചമ്മ പറഞ്ഞത് നേരാ. ഒരു വിരുന്നുകാരി വരുന്നുണ്ട്. ആരാ അത്? ആ, മുമ്പ് കണ്ട പരിചയമൊന്നുമില്ല. എന്നെ മനസ്സിലായി കാണില്ലല്ലേ? ഇല്ല, അകത്തേക്ക് വരാം. എന്റെ പേര് രാധിക എന്നാ. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാ, അവയാർ തെരുവിൽ താമസിക്കുന്ന രാഹുലിന്റെ സിസ്റ്ററാണ് ഞാൻ. രാഹുലിന്റെ സിസ്റ്ററോ? അപ്പച്ചമ്മയ്ക്ക് മനസ്സിലായില്ലേ? അയ്യോ, പിന്നെ മനസ്സിലാകാതെ? നമ്മുടെ കുട്ടിമണി ഇവരുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഞാൻ അവരുടെ അപ്പച്ചിയമ്മയാ. ഇതവരുടെ ഏട്ടത്തി സീത. ഉവ്വ്, എനിക്കറിയാം. കുട്ടിമണി എനിക്കെന്റെ സഹോദരി പോലെയാ. അയ്യോ, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. അവളെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളെ തിരിച്ചറിയാതിരുന്നാൽ അതും സങ്കടോ. എനിക്കും ആശയുണ്ട് അവളെ ഒന്ന് കാണാൻ. അവളെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കൊണ്ടുവരാം. പക്ഷെ അതിനു മുൻപ് രണ്ടു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉറപ്പിച്ചാലോ എന്നാലോചിക്കാനാ ഞാൻ വന്നത്. മോൾ എന്താ ഉദ്ദേശിച്ചത്? ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി. അച്ഛന്റെ പെൻഷൻ കൊണ്ടാ അമ്മ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ജീവിതം അങ്ങനെയൊക്കെ മക്കളെ. ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ശരിയാ. പക്ഷേ മുതിർന്നവർ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ടി വരുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വരുന്നതിൽ ഒരു ലേശം ചമ്മലുണ്ട് എനിക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല കുട്ടി. എന്താണെന്ന് വെച്ചാ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാൻ വന്നത് ഒരു കല്യാണാലോചനയുമായിട്ടാ. എന്റെ സഹോദരൻ രാഹുലിന് ഇവിടുത്തെ കുട്ടിമണിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട്. ഓഹോ, അപ്പൊ ഇതായിരുന്നു അവന്റെ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പല്ലേ? അതൊന്നും അവളുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളല്ലേ. ഇനിയൊരിക്കലും നിങ്ങളെയൊന്നും അവൾ തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അപ്പൊ പിന്നെ അവക്കും വേണ്ടേ പുതിയൊരു ജീവിതം? നീ നുണ പറയണ്ട പെണ്ണ്. കുട്ടിമണിക്ക് ഓർമ്മ തിരിച്ചു കിട്ടും. മനസ്സിന്റെ ഭാര്യയായി, കുഞ്ഞുമണിയുടെ അമ്മയായി അവൾ വീണ്ടും തിരിച്ചു വരും. അപ്പച്ചമ്മേ, കുട്ടിമണിയുടെ കുഞ്ഞ് പണ്ടേ മരിച്ചതാ. മനസ്സുജനം കുട്ടിമണിക്ക് മക്കളില്ല. ഈ കുഞ്ഞുമണി എന്ന് പറഞ്ഞതേ എന്റെ മോളാ, എന്റെയും ബാലേട്ടന്റെയും കുഞ്ഞ്. പിന്നെ രവി പറഞ്ഞത് അപ്പച്ചമ്മ മറന്നോ? ഇനി മേലിൽ മനസ്സുജനി പടി ചവിട്ടരുതെന്നാ രവിയുടെ അഭിപ്രായം. അവനങ്ങനെ പലതും പറയും. അവനെ പറഞ്ഞു തിരുത്താൻ എനിക്കും ബാലനും അറിയാം. അതൊക്കെ പണ്ടായിരുന്നു അപ്പച്ചമ്മ. ഇപ്പൊ ഈ കുടുംബം നോക്കുന്നത് അവനാ. രവിയുടെ അഭിപ്രായത്തിന് വില കൊടുത്തേ പറ്റൂ. നിങ്ങൾ ഈ പറഞ്ഞ രവി സത്യത്തിൽ ആരാ? കുട്ടിമണിയുടെ രണ്ടാമത്തെ ഏട്ടൻ രവിചന്ദ്രൻ. ബാംഗ്ലൂരിൽ വലിയ ഉദ്യോഗസ്ഥനാണ്. ഓക്കേ, എങ്കിൽ പിന്നെ ഞാൻ വന്ന കാര്യം
കുട്ടിമണിയുടെ ഏട്ടന്മാരുമായി ഒന്ന് ഡിസ്കസ് ചെയ്യും. അവരെന്താ പറയുന്നതെന്ന് അറിയാലോ. ഇക്കാര്യത്തിൽ എന്റെ തീരുമാനം തന്നെ അവർക്കും. കുട്ടിമണിക്ക് മറ്റൊരു വിവാഹം നടത്താൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. എന്ന് പറയാൻ വരട്ടെ അപ്പച്ചമ്മേ. ബാലേട്ടൻ രവിയുമായി ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്ന്. ബാലൻ എന്തായാലും മനസ്സിന്റെ ഭാഗത്തേ നിൽക്കൂ. എന്ന് തീർത്ത് പറയല്ലേ അപ്പച്ചമ്മേ. രാഹുലിനെ കുട്ടിമണിയെ ഓണത്തിന് ഉണ്ണാൻ വിളിക്കണമെന്ന് ബാലേട്ടൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. രവി ഉണ്ടാവും ഓണത്തിന്. അന്ന് തീരുമാനിക്കാം കുട്ടിമണിയുടെ കാര്യത്തിൽ എന്താ തീരുമാനിക്കേണ്ടതെന്ന്. തീരുമാനിക്കാനൊന്നുമില്ല. രാഹുലന്റെ സഹോദരി ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ഇത്രയും ആയ സ്ഥിതിക്ക് കുട്ടിമണിയെ ഞങ്ങൾ ഇനി അവിടെ നിർത്തുന്നില്ല. ഉടനെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവരും ഞങ്ങൾ അവളെ. എങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, അവളെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റുമെന്ന്. നടക്കില്ല ആൻറ്റി. രാഹുലിനെ വിട്ട് കുട്ടിമണി എങ്ങോട്ടും വരില്ല. നിങ്ങളിനി ഞങ്ങളെ തേടി വരും, ഓർത്തോ. ആ പറഞ്ഞത് നേരാണല്ലോ. നമ്മളെ അറിയില്ലല്ലോ അവക്ക്. ദുർവിധി. രാധിക, ചേച്ചി ഇറങ്ങി വരുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പച്ചമ്മ ഇത്തിരി കടുപ്പത്തിൽ സംസാരിച്ചു. കുട്ടി ക്ഷമിക്കണം. അതൊന്നും സാരമില്ല ചേച്ചി. ആന്റിയുടെ വിഷമങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കത് മനസ്സിലാവും. കുട്ടിമണിയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അവൾക്ക് സുഖാണോ? അവക്ക് അവിടെ ഒരു കുറവുമില്ല ചേച്ചി. ഏതാവശ്യത്തിനും ഞങ്ങളൊക്കെ ഉണ്ട്. രാഹുലനാണെങ്കിൽ കുട്ടിമണി എന്ന് വെച്ചാൽ ജീവനാ. കുട്ടിയുടെ ഫോൺ നമ്പർ ഒന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ രവിയെ കൊണ്ട് വിളിപ്പിക്കായിരുന്നു. അല്ല, രാഹുലിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് രവി വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അയ്യോ ചേച്ചി, എനിക്ക് സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഒന്നുമില്ല. രാഹുലിന്റെ നമ്പർ വേണമെങ്കിൽ തരാം. രവി സാറിന്, സോറി, രവിയേട്ടന് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്യാലോ. എങ്കിൽ അത് മതി. ഞാൻ രവിയോട് പറഞ്ഞോളാം. മതികലയാണല്ലോ രാഹുലിനെ കുട്ടിമണിയെ നോക്കാൻ ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. ഒരു ശങ്കയുടെ ആവശ്യമില്ല ചേച്ചി. എന്റെ ബ്രദർ വളരെ നല്ലവനാ. അല്ല, ഈ മതികല വയലോരത്തെ ആരായിട്ട് വരും? രവിയുടെ ഭാര്യയാണ് മതികല. ഭാര്യ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോ കലയ്ക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ എനിക്ക് കുറെ കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലായി ചേച്ചി. രവിയേട്ടനോട് രാഹുലിനെ വിളിക്കാൻ പറഞ്ഞോളൂ. ശരി, എന്നാ പിന്നെ ശരി, വരട്ടെ. എന്തിനാ അവളുടെ പിന്നാലെ പോയത്? കുട്ടിമണിയുടെ രണ്ടാം കല്യാണത്തെ കുറിച്ച് ആലോചിക്കാനാണോ? രണ്ടാം കല്യാണമൊന്നും എന്റെ അജണ്ടയിൽ ഇല്ല അപ്പച്ചിയമ്മേ. രാഹുലിന്റെ ഡീറ്റെയിൽസ് അറിയണോന്ന് ബാലേട്ടനും രവിക്കും ഒക്കെ ആഗ്രഹമുണ്ട്. സിജനോ കലയോ ഒട്ടും വിട്ടു പറയുന്നുമില്ല. അങ്ങനൊരു സാഹചര്യത്തില് പുള്ളിക്കാരി വന്നത് നന്നായി. രാഹുലിന്റെ ഫോൺ നമ്പർ കിട്ടിയല്ലോ. നിന്റെ കയ്യിൽ തന്നെ വച്ചാ മതിയത്. അവനെ ആരും ഇങ്ങോട്ട് ക്ഷണിക്കണ്ട. അത് ഇവിടുത്തെ ആണുങ്ങൾ തീരുമാനിക്കട്ടെ, അതല്ലേ നല്ലത്. എൻ്റെ മകളും ഭാര്യയും എനിക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു. ഞാൻ ആഹാരം കഴിച്ചോ ഇല്ലയോ എന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല. എനിക്ക് നീയേ ഉള്ളൂ വനജെ. അങ്ങനെയൊന്നും കരുതണ്ട. രണ്ടു ഭാഗത്തും തെറ്റില്ലേ വല്യണ്ണ? അണ്ണൻ കണ്ടമാനം ദേഷ്യപ്പെട്ടിട്ടല്ലേ അവര് തിരിച്ച് തറുതല പറഞ്ഞത്? ഞാൻ പണ്ടും ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അന്നൊക്കെ അവരെ കേട്ടോണ്ട് നിന്നിട്ടേ ഉള്ളൂ. എനിക്ക് വയസ്സായതുകൊണ്ട് പേടിക്കണ്ടെന്നാ രണ്ടിൻ്റെയും വിചാരം. അതൊന്നും അല്ല വല്യണ്ണ. അവർക്കിപ്പോ കുഞ്ഞുമണി തന്നെയാ സീതയുടെ കുഞ്ഞെന്ന് സ്ഥാപിച്ചെടുക്കണം. അവരങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ എന്ന് നമ്മൾ കരുതിയാൽ പ്രശ്നം തീർന്നു. ബാലന്റെ ചോര പരിശോധിക്കാൻ കൊടുത്തു എന്നല്ലേ വല്യണ്ണൻ പറഞ്ഞേ? അതിന്റെ ഫലം വരുമ്പോ സത്യം തെളിയുമല്ലോ. അത് നേരാ വനജെ. സർക്കിൾ ഇൻസ്പെക്ടർ മുംതാസിനും നകുലിനൊക്കെ ഉറപ്പാ കൊച്ചു ബാലന്റെയും സീതയുടെ ആണെന്ന്. അത് തെളിയുമ്പോ നകുലം പിന്നെയും ബഹളം ഉണ്ടാക്കുമെന്നാ വല്യണ്ണ എന്റെ പേടി. അവ ഇനി ഒരു പ്രശ്നത്തിനും നിൽക്കില്ല എന്ന് മുംതാസിന് വാക്കു കൊടുത്തിട്ടുണ്ട്. വാക്കിന് വില കൽപ്പിക്കുന്നവനാ അവൻ.
കുഞ്ഞിന്റെ കാര്യം തെളിഞ്ഞു കഴിയുമ്പോൾ സീതയുടെ മനസ്സും മാറും. 2 കുഞ്ഞുങ്ങളെയും അവള് വളർത്തിക്കോളും. വല്യണ്ണ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടരുത്. നീ പറ, എന്നാലല്ലേ ദേഷ്യപ്പെടണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ പറ്റൂ. എല്ലാവരും സന്തോഷവും സമാധാനവുമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നത്, നകുലം പോലും. വല്യണ്ണന് മാത്രം എന്തിനാ വാശിയും വൈരാഗ്യവും? സീതയുടെ തെറ്റുകളൊക്കെ പുറത്തുകൂടെ? ചവിട്ടി കൂട്ടും ഞാൻ. പൂക്കോടി ഒരാളെ ശത്രുവായി കണ്ടാൽ കണ്ടതാ, അതിനൊരു മാറ്റവും ഉണ്ടായില്ല. മുൻ ജന്മത്തിലെ ശത്രുക്കൾ മക്കൾ മാത്രമല്ലടി, അനന്തരവളായും പിറക്കും. അണ്ണന് പൊറുക്കാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ അവളെ പോയി ഒന്ന് കണ്ടോട്ടെ. നീ എന്നെ തോൽപ്പിക്കാനാണോ വനജ ഭാവം? അല്ല വല്യണ്ണ, നാത്തൂനും അരുന്ധതിയും ചെയ്ത പോലെ വല്യണ്ണനെ ധിക്കരിച്ച് ഞാനൊന്നും ചെയ്യില്ല. നിറഞ്ഞ മനസ്സോടെ വല്യണ്ണ സമ്മതിച്ചാലേ വനജ പോകൂ. ആ, എനിക്കൊന്ന് ആലോചിക്കണം, എന്നിട്ട് പറയാൻ തീരുമാനം. മതി വല്യണ്ണ, അത് മതി. എത്ര കാലം വേണേലും ഞാൻ കാത്തിരുന്നോളാം. മക്കളെ, നീ എന്താ ഒന്നും പറയാത്തത്? കുട്ടിമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നീ രവിയെ ഒന്ന് വിളിക്ക്. തൊട്ടതിനെ പിടിച്ചു നോക്കി എന്തിനാ അവനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനല്ലേ കുട്ടിമണിയുടെ വലിയേട്ടൻ. അവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്താ പോരെ? പോരാ. കുട്ടിമണിയുടെ കാര്യം നോക്കിക്കോളാന്ന് രവി ബാലേട്ടനോട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് രാധിക വന്ന കാര്യം രവി അറിയിക്കണം. അതെന്താ ഞാൻ തീരുമാനിച്ച? ഓ, മറന്നു. ബാലൻ 10 കാശിന് വരുമാനമില്ലാത്തവനാണല്ലോ. രവിയാണെങ്കിൽ സമ്പാദിക്കുന്നവനും. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പണത്തിന്റെ കിലുക്കം കൊണ്ട് ബന്ധങ്ങളെ അളക്കുന്ന വിദ്യയൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല. മക്കള് പറ, രാഹുലിന്റെ പെങ്ങളോട് ഞാൻ പെരുമാറിയ രീതി മോശമായിപ്പോയോ? ഒട്ടുമില്ല അപ്പച്ചിയമ്മേ. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും മോശമായിട്ട് ഞാൻ പ്രതികരിച്ചേനെ. കുട്ടിമണിക്ക് 2ാം കല്യാണം ആലോചിച്ച് വന്നവനെ ഇവിടെ നിഴഞ്ഞേ പുറത്തു പോകത്തുള്ളായിരുന്നു. കൊള്ളാം. സ്വന്തം പെങ്ങളെ പൊന്നുപോലെ നോക്കുന്നവരോട് ഇങ്ങനെ തന്നെ പെരുമാറണം. വയലോരം വീട്ടിലെ ബാലചന്ദ്രനെ കൊണ്ട് മാത്രമേ ഇത്രയും ഭംഗിയായിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. കളിയാക്കണ്ട നീ. എന്റെ സ്ഥാനത്ത് നീ ആയാൽ മാത്രമേ എന്റെ വികാരങ്ങൾ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. കുട്ടിമണി സിജിനൊക്കെ നിന്റെ ശത്രുക്കളാണല്ലോ. നിന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നടക്കുന്ന പിശാചികള്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സംസാരിക്കല്ലേ ബാലേട്ട. രാധിക വന്ന കാര്യം രവി ഒന്ന് അറിയിക്കണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇക്കാര്യം പറഞ്ഞ് ഞാൻ രവിയെ വിളിക്കത്തില്ല. എന്റെ പെങ്ങൾക്ക് ഈ ജീവിതകാലം മുഴുവൻ ഒരു ഭർത്താവേ ഉള്ളൂ. അത് നിറഞ്ഞ മനസ്സോടെ ഞാൻ അവളെ കൈപിടിച്ച് ഏൽപ്പിച്ചത് സിജനാണ്, രവിയല്ല. മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരോ എന്ന് പറഞ്ഞാലും എന്റെ തീരുമാനം മാറത്തില്ല. മാറാത്ത തീരുമാനങ്ങൾ ബാലേട്ട മാത്രമല്ല രവി എടുത്തിട്ടുണ്ടെങ്കിലോ? ഞാൻ ആ വയലോരം വീട്ടിലെ ഗൃഹനാഥൻ. എന്റെ തീരുമാനങ്ങൾ ഇവിടെ നടക്കൂ. കാത്തിരുന്ന് കാണാം. സീതേ, രാഹുലിന്റെ ഫോൺ നമ്പർ നിന്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അതൊന്നും തന്നേ. എന്തിന്? ബാലേട്ട എന്തിനാ അയാളെ ഇപ്പൊ വിളിക്കുന്നേ? കല്യാണം ആലോചിച്ച് പെങ്ങളെ പറഞ്ഞിട്ട് അവിവേകം ഞാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന് പറയാൻ. എന്റെ കുട്ടിമണി എത്രയും വേഗം ഇവിടെ എത്തിക്കണം എന്ന് ആവശ്യപ്പെടാൻ. ബാലേട്ടൻ ആവശ്യപ്പെട്ടാൽ ഉടനെ അയാൾ കുട്ടിമണി ഇവിടെ കൊണ്ടുവരാൻ തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, കുട്ടിമണി അയാളെ പിരിഞ്ഞു വരില്ല ബാലേട്ട. നീ കൂടുതൽ വാദിക്കണ്ട സീതേ. നീ നമ്പർ താ, ഞാൻ സംസാരിച്ചോളാം അവനോട്. നമ്പർ ഞാൻ എവിടെയോ വെച്ചു, അത് കളഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നും അല്ല സീതേ. ഇനി അഥവാ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ അത് കളഞ്ഞാലും നമ്പർ നിനക്ക് നല്ല ഓർമ്മയുണ്ടോ? അയ്യോ, നമ്പർ ഞാൻ മറന്നു. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാൻ നിനക്ക് പറ്റുമോ? അങ്ങനെ സത്യം ചെയ്യേണ്ട കാര്യം എന്താ ഇവിടെ? ഏതോ ഒരുത്തന്റെ നമ്പർ കളഞ്ഞു പോയതിന്റെ പേരില് ഇവിടെ ഒരു സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കള്ളവാ നീ പറയുന്നത്. നമ്പർ കളഞ്ഞു പോയിരുന്നെങ്കിൽ നീ സത്യം ചെയ്തേനെ. ഇല്ല ബാലേട്ട, ഞാൻ ചെയ്യില്ല. ഇതെന്നല്ല, ഏത് കാര്യത്തിനാണെങ്കിലും എന്റെ മോളുടെയും ബാലേട്ടിന്റെ പേരിൽ ഞാൻ ആണയിടില്ല. വേണമെങ്കിൽ ഞാൻ എന്റെ തലത്തോട്ട് സത്യം ചെയ്യാം. ഇടട്ടെ? വേണ്ട, ഞാൻ വിശ്വസിച്ചു. ഓനെ ഞാൻ നയത്തിലൊന്ന് ചോദിച്ചു നോക്കാം. മോളെ,
ബാലൻ ചോദിച്ചിട്ട് നീ എന്താ രാഹുലിന്റെ ഫോൺ നമ്പർ കൊടുക്കാതിരുന്നത്? അതിനുള്ള മറുപടി ഞാൻ അവിടെ വെച്ച് പറഞ്ഞല്ലോ അപ്പച്ചിയമ്മേ. നമ്പർ എഴുതി വെച്ച പേപ്പർ എവിടെ കളഞ്ഞുപോയി. ആ പറഞ്ഞത് നുണയാണെന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. പറ മോളെ, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കയ്യിൽ നമ്പർ ഉണ്ടെന്ന് അപ്പച്ചിയമ്മയ്ക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? അതെ, അങ്ങനെ നീ ആ ഫോൺ നമ്പർ നഷ്ടപ്പെടുത്തത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാ അപ്പച്ചിയമ്മയുടെ കണക്കൂട്ടൽ തെറ്റിയിട്ടില്ല. ഞാൻ നമ്പർ ബാലേട്ടന് മനഃപൂർവ്വം കൊടുക്കാതിരുന്നത് തന്നെ. എന്തുകൊണ്ടാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ബാലേട്ടൻ രാഹുലിനെ വിളിക്കുന്നത് വഴക്കുണ്ടാക്കാനല്ലേ? തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചിട്ടാ. കുട്ടിമണിയുടെ കാര്യത്തില് രവി തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ, അതാ നല്ലത്. എനിക്കറിയാടി നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. മനസ്സിനെ അകറ്റാനല്ലേ നിന്റെ ഭാവം. ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. സിജനെ ഞാൻ എന്തിനകറ്റുന്ന അപ്പച്ചിയമ്മേ? അതുകൂടി അപ്പച്ചിയമ്മ പറ. അവൻ കുഞ്ഞുമണിയെ എടുത്തോണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ പിന്നെ എന്തോന്നാ? അവിടെയാ അപ്പച്ചിയമ്മയ്ക്ക് തെറ്റിയത്. സിജൻ ഈ കുടുംബത്തോട് ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ രവിക്ക് കഴിയുന്നില്ല. ഞാൻ ആലോചിച്ചപ്പോ രവി പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ രവിയുടെ ഭാഗത്ത് നിൽക്കുന്നത്. ഇതൊക്കെ നീ വെറുതെ പറയുന്നതാ. സിജൻ പണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം രവിയും നീയും പുറത്തതാ. സിജൻ ചെയ്ത മഹാത്യാഗങ്ങളെ കുറിച്ച് രവി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതുമാ. പണവും പത്രാസും ഒക്കെ ആയപ്പോ രവി അതൊക്കെ മറന്നു. രവി മറന്നതിന്റെ കണക്ക് അപ്പച്ചിയമ്മ രവിയോട് തന്നെ പറഞ്ഞാ മതി. പക്ഷേ ഞാൻ ഒരിക്കലും ഒന്നും മറന്നിട്ടില്ല. എന്റെ ശബ്ദത്തിന് ഈ വീട്ടിൽ മുഴക്കം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എങ്കിലും ദുർബലമായിട്ട് ഞാൻ പ്രതിഷേധിച്ചിരുന്നു. ആരും അത് കേട്ടില്ല. ഓർത്തു നോക്കപ്പച്ചിയമ്മേ, ബാലേട്ടനെയും മോളെയും സിജൻ കാണരുതെന്ന് ഞാൻ വാശി പിടിച്ചിരുന്നതല്ലേ? പക്ഷെ എന്താ നടന്നത്? രവി പറഞ്ഞതുപോലെ കലയ്ക്ക് കാനനവാസം വിധിച്ചപ്പോ നിങ്ങൾ സിജനെ ആരാധിക്കുകയായിരുന്നില്ലേ? എന്റെ ശബ്ദം ഇത്ര ഉയർന്നെങ്കിൽ ക്ഷമിക്കണം. തൽക്കാലം എനിക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റൂ. രാഹുലിന്റെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ഞാൻ രവിയെ വിളിക്കും. ഇവിടെ നടന്നതെല്ലാം പറഞ്ഞ് ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്യും. കുട്ടിമണിയെ നോക്കിക്കോളാന്ന് രവി പറഞ്ഞ സ്ഥിതിക്ക് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ബാലേട്ടനേക്കാളും അർഹത രവിക്ക് തന്നെയാണ്. നമ്മളെയൊക്കെ കുട്ടിമണി മറന്നിരിക്കാം, പക്ഷേ നമുക്കവളെ മറക്കാൻ പറ്റില്ലല്ലോ. പുതിയ ജീവിതത്തിൽ അവൾക്ക് പുതിയ പങ്കാളിയെ വേണോ വേണ്ടയോന്ന് അർഹതയുള്ളവർ തീരുമാനിക്കട്ടെ. എന്റെ പരുത്തിക്കാവിലമ്മേ, ഇനി എന്തൊക്കെയായി കുടുംബത്തിൽ നടക്കാനിരിക്കുന്നത്? മിസ്റ്റർ ഓം പ്രകാശ് ഈസ് വെയിറ്റിംഗ് അറ്റ് കഫ്റ്റീരിയ സർ, ഫസ്റ്റ് ഫ്ലോർ. താങ്ക് യു. യു വെൽക്കം സർ. ആ പറ ബാലേട്ടാ. ബാലേട്ടനല്ല, ഞാനാ രവി. ഓ, എന്തായിട്ടെത്തി വിശേഷിച്ച്? ചില വിശേഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി, അത് പറയാനാ ഞാൻ വിളിച്ചേ. എന്തായിട്ടെത്തി? രാഹുലിന്റെ വീട്ടിൽ നിന്ന് അയാളുടെ സിസ്റ്റർ രാധിക ഇവിടെ വന്നിരുന്നു. എന്തിന്? ആ കുട്ടി വന്നത് വിവാഹാലോചനയായിട്ടാ. കുട്ടിമണിയെ രാഹുലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് പറയാൻ. വിവരം രവിയെ അറിയിക്കേണ്ടെന്നാ ഇവിടുത്തെ തീരുമാനം. ആ കുട്ടിയുടെ അടുത്ത് അപ്പച്ചമ്മ ഇത്തിരി മോശമായിട്ട് പെരുമാറുകയും ചെയ്തു. എന്താ എന്നെ അറിയിക്കണ്ടെന്ന് ബാലേട്ടൻ തീരുമാനിച്ചത്? കുട്ടിമണിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും അവളെ സംരക്ഷിച്ചോളാമെന്നും പറഞ്ഞതാണല്ലോ ഞാൻ. ഉള്ളത് തുറന്നു പറയാലോ. സിജനെ അകറ്റണമെന്ന് രവി പറഞ്ഞത് ഇവിടെ ആർക്കും അത്ര പിടിച്ചിട്ടൊന്നുമില്ല. ഓഹോ, എന്നെയും നമ്മുടെ കുടുംബത്തെയും അവൻ ദ്രോഹിച്ചതിന് കൂടുതൽ തെളിവ് വേണമായിരിക്കും അല്ലേ? അതല്ല രവി, സിജൻ എന്റെ കുഞ്ഞിനെ വിട്ടുതന്നത് ലോകോത്തരമായ ഒരു ത്യാഗമാണെന്നാണല്ലോ ഇവിടെയുള്ളവരുടെ ഭാവം. അതിന്റെ ഭാഗമായി സ്നേഹം. എല്ലാ സ്നേഹവും ഞാൻ തീർക്കുന്നുണ്ട്. ഞാനങ്ങ് വന്നോട്ടെ. പിന്നെ രാഹുലിന്റെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. രവി വേണമെങ്കിലൊന്ന് വിളിച്ച് സംസാരിക്കുന്നു. തൽക്കാലം ധൃതി വെക്കേണ്ട സ്ഥിതിയെടുത്തി. ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് രാഹുലിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അന്വേഷിച്ചറിയണം. ശരി. അനിയത്തിയായിട്ട് എനിക്ക് പത്തും പലതും ഒന്നുമില്ല. കുട്ടിമണി ഒറ്റ പെങ്ങളാ. ഒരിക്കലൊരു അബദ്ധം പറ്റിപ്പോയി. ഈ ലോകത്തെ ഏറ്റവും നീചനായ ഒരുത്തിൻ്റെ തലയിലേക്ക് അവളുടെ ഭാരം ഇറക്കി വെച്ചു. ആ തെറ്റ് തിരുത്തിയാലും ഇനി ചെന്ന് ചാടുന്നത് അതിലും വലിയ കുരുക്കിലേക്കാകരുതല്ലോ. രവി പറഞ്ഞത് നേരെ. പക്ഷെ ആളുകളുടെ മനസ്സിലേക്ക് നമുക്ക് ചുഴിഞ്ഞു നോക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചോണം. ആ കാലമൊക്കെ മാറി സീതർത്തി. ഏത് മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു മൂന്നാം കണ്ണ് നമുക്കിപ്പോൾ വിലക്കെടുക്കാൻ പറ്റും. രാഹുലിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തേർഡ് ഐ, അതാണ് ആ ഏജൻസി. അതാ ഞാൻ പറഞ്ഞ മൂന്നാം കണ്ണ്.
അവരുടെ റിപ്പോർട്ട് കൂടി കിട്ടിയിട്ട് നാട്ടിലേക്ക് വരാനിരിക്കുക ഞാൻ. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നന്നായി. അപ്പോ ആരും രാഹുലിനെ വിളിക്കണ്ട അല്ലേ? അതെ, അവനെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് ഞാനങ്ങ് വരും. അവൻ നല്ലവനാണെങ്കിലും കെട്ടവനാണെങ്കിലും കുട്ടിമണിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാനൊരു ഉറച്ച തീരുമാനമെടുക്കും. നല്ലവനാണെങ്കിൽ സിജിനുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി കുട്ടിമണിയെ ഞാൻ അവന് കൊടുക്കും. കെട്ടവനാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒപ്പം കുട്ടിമണി ഉണ്ടാവും. അവൾക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ഒരുക്കും ഞാൻ. ശരി, ഏജൻസിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ വിളിക്കണേ. വിളിക്കാം സിദ്ധാർത്ഥി. ഞാനേ ഇത്തിരി ബിസിയാണ്. ഒരാളെ മീറ്റ് ചെയ്യാൻ ഹോട്ടലിൽ വന്നതാണ്. ശരി രവി, ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ, ബൈ. മൊബൈല് ഇവിടെ ഹോളിലിരിക്കുകയായിരുന്നു. മുംതാസ് മേഡത്തെ ഒന്ന് വിളിക്കാം. രവി ആരാ വിളിച്ചത്? അപ്പച്ചിയമ്മ ഇതിൽ നിന്ന് രവിയെ വിളിച്ചായിരുന്നു? ഇല്ല മക്കളെ, എന്താ കാര്യം? സീതേ, സീതേ, എന്താടാ? എന്താ ബാലേട്ട? ഞാൻ മോൾക്ക് പാലെടുക്കുകയായിരുന്നു. നീ രവിയെ ഫോൺ വിളിച്ചായിരുന്നു? നിന്നോടാ ചോദിച്ചത്. എന്റെ അനുവാദമില്ല നീ രവിയെ ഫോൺ വിളിച്ചിരുന്നോന്ന്? ഈ വീട്ടിലെ ഒരു അംഗത്തെ വിളിക്കുന്നതിന് ഞാനെന്തിനാ ബാലേട്ടന്റെ അനുവാദം ചോദിക്കുന്നത്? വിളിച്ചോ ഇല്ലയോ അത് പറ. നീ എന്തിനാ? കല്യാണാലോചനയായിട്ട് രാഹുലിന്റെ പെങ്ങള് ഈ വീട്ടിൽ വന്ന കാര്യം പറയാം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രവി ഒന്നും അറിയിക്കണ്ടെന്ന്. എന്നെ ധിക്കരിക്കാൻ മാത്രം വളർന്നോ നീ? ഇതില് ധിക്കാരത്തിന്റെ അനുസരണക്കേടിന്റെ ഒന്നും പ്രശ്നമില്ല ബാലേട്ട. രാഹുലിന്റെ കാര്യം രവിയെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ മര്യാദകേടാണെന്ന് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു. ബാലേട്ടൻ എന്നോട് ഒരു തെറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. സീതേ, അതിന് വിട്ട വർത്തമാനങ്ങൾ പറയരുത്. ഒരിക്കൽ ഇവനെയും ഈ കുടുംബത്തെയും പറഞ്ഞ വാക്കുകൾ മുഴുവനും തിരിച്ചടിച്ചതാ നിനക്ക്. അത് മറക്കണ്ട. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കുകയില്ല. പലതും മറക്കാൻ എന്നെ നിർബന്ധിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. സിജനെ പുണ്യാളനാക്കി പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ? അപ്പൊ പഴയതൊക്കെ മറന്നത് ഞാനല്ല, അപ്പച്ചിയമ്മയും ബാലേട്ടനോ? എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തത് ശരിയായില്ല. സമ്മതിച്ചു. ഈ അരുതുകൾ എനിക്ക് മാത്രമേ ബാധകമുള്ളൂ. ബാലേട്ടൻ എന്തും ചെയ്യാല്ലേ? ഞാൻ എന്ത് ചെയ്തെന്നോ നീ പറയുന്നത്? ഞാൻ അറിയാതെ എന്തെല്ലാം നീക്കങ്ങൾ ബാലേട്ടൻ ഇവിടെ നടത്തി. കുട്ടാപ്പു ആണെന്നും പറഞ്ഞ് എവിടെയോ കിടന്ന ഒരു ചെക്കനെ ഈ വീട്ടിൽ പ്രതിഷ്ഠിക്കാൻ നോക്കിയില്ലേ? വീണ്ടും DNA ടെസ്റ്റ് നടത്താൻ ബ്ലഡ് കൊടുത്തില്ലേ ബാലേട്ടൻ? ഞാൻ എന്തേലും എതിര് പറഞ്ഞോ? ഒന്നും അറിയാത്ത മട്ടില് കണ്ണടച്ചിരുട്ടാക്കിയില്ല ഞാൻ. മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. അവൻ ഇവിടത്തെ കുഞ്ഞു തന്നെയാണോന്ന് നമ്മളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ആയിക്കോട്ടെ, ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, അത് നിന്റെ വലിയ മനസ്സാ മോളെ. ആണല്ലോ, അത് ഓർത്താ മതി. എനിക്കും അത്രേ ഉള്ളൂ. ബാലേട്ട, ദാമ്പത്യം എന്ന് പറയുന്നതേ ഭാര്യ ഭർത്താക്കന്മാരുടെ ചില കൊടുക്കൽ വാങ്ങലുകളാണ്. കൊടുക്കുന്നതേ തിരിച്ച് പ്രതീക്ഷിക്കാവൂ. എന്നോട് നീതികേട് മാത്രം കാട്ടിക്കൊണ്ട് തിരിച്ചെന്നിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുത്. ചില്ലറ വാശികളൊക്കെ എനിക്കും ഉണ്ടാവും. എന്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതിന് നീ എന്നോട് പക വിട്ടോളാം സീതേ. രവിയുടെ കൂടെ ചേർന്ന് സിജനെ ദ്രോഹിക്കാനാണ് നിന്റെ ഭാവം അല്ലേ? ബാലേട്ടൻ എന്ത് വേണമെങ്കിലും കരുതാം. സിജൻ ഇനി ഈ വീട്ടിൽ വേണ്ടാന്നുള്ളത് രവിയുടെ തീരുമാനമാണ്. ആ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞാനും രവിയുടെ ഭാഗത്താണ്. മക്കളെ, പിന്നെയും കുഴപ്പമാവുകയാണല്ലോ. ഇതൊക്കെ മാറും അപ്പച്ചമ്മ. കുട്ടാപ്പു എന്റെ മകനാണെന്ന് തെളിഞ്ഞോട്ടെ. അപ്പോഴേ സീതയ്ക്ക് മനസ്സിലാവും സിജൻ ചെയ്ത ത്യാഗത്തിന്റെ വലിപ്പം എത്ര വലുതാണ്. മക്കളെ, എന്റെ ബായി ഈ ബാസ്റ്റിനെ കൊണ്ട് തോറ്റു. അയാളെ സസ്പെൻഡ് ചെയ്തതിന് ഈ മതികല മേട എന്ത് പഴച്ചു. പരാതിയും പരിഭവവും മാത്രമുള്ളൂ പറയാം. മറുപടി എഴുതി എന്റെ വിരല് തേഞ്ഞു. രഞ്ജിനി ഇപ്പോഴും സ്വിച്ച് ഓഫ് ആയിപ്പിച്ചളെ. ആ കുട്ടി വന്നിരുന്നെങ്കിൽ
എല്ലാ കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാക്കായിരുന്നു. രഞ്ജിനി പെങ്ങള് നല്ല പണിയാ കാണിച്ചത്. ഒരു വാക്ക് പോലും പറയാതെ മുങ്ങിയില്ല. ഫോൺ നമ്പർ അല്ലാതെ അഡ്രസ്സ് പോലും നമ്മുടെ കയ്യിലില്ല. കാർത്തിക ഒന്ന് വിളിച്ചു നോക്കിച്ചളെ. മതികളുടെ രഹസ്യങ്ങൾക്കെല്ലാം തെളിവ് കിട്ടിയിട്ട് 2 ദിവസമായി. ഒന്നും ചെയ്യാതിരിക്കുന്ന ഈ അവസ്ഥ സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ തോന്നും ശിവയെ നേരിട്ട് വെല്ലുവിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലൊന്നും. ബുദ്ധിമോശമൊന്നും കാണിക്കരുത് മനസ്സുചമ്പായി. വേവുന്നവരെ കാത്തില്ല. ഇനി നന്നായിട്ട് ആറട്ടെ. ഞാൻ എന്തായാലും കാർത്തിക പെങ്ങളെ വിളിക്കാം. ബെല്ലുണ്ട്. ആ കാർത്തിക പെങ്ങളെ. ശരി, ആയിക്കോട്ടെ. കാർത്തിക പെങ്ങള് എന്തോ മീറ്റിംഗിൽ ഇരിക്കുകയെന്ന് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ശരി. ആ ബാസ്റ്റിനെ വിളിക്കണം. എന്തു ചെയ്യും ഭായി? തൽക്കാലം അവളുടെ ഫോൺ ഓഫ് ചെയ്ത് വെക്കി. രഞ്ജിനെ കെട്ടിട്ട് ഓൺ ചെയ്താൽ മതി. വേറെ ആരെങ്കിലും വിളിച്ചാലോ ഭായി? നമ്മളറിയാതെ പോവില്ലേ? അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ പിച്ചളെ? നമ്മൾ എടുത്താലും രഞ്ജിനി ഇല്ലാത്തതുകൊണ്ട് മൂവ്മെന്റ് ഒന്നും നടക്കത്തില്ലല്ലോ. അതും നേരാ. ഓഫ് ചെയ്തേക്കാം. വൈകുന്തോറും ഈ ഫോൺ നമുക്ക് ബാധ്യതയാകും പിച്ചളെ. മുംതാസ് മേഡത്തിന് നല്ല സംശയമുണ്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ടോന്ന്. ഭായ് വെറുതെ പേടിക്കാതെ. ഒക്കെ വെറും തോന്നല. സംശയം ഉണ്ടായിരുന്നൊക്കെ മേഡം ഇടയ്ക്ക് വിളിച്ചു നോക്കുമായിരുന്നു. അന്നൊരു പ്രാവശ്യമല്ലേ വിളിച്ചുള്ളൂ. പിന്നെ എന്താ പ്രശ്നം? പോലീസുകാർ ചിന്തിക്കുന്നത് നമ്മൾ സാധാരണക്കാരെ പോലെ അല്ല പിച്ചളെ. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അവരിപ്പോൾ ഈ ഫോണിൻ്റെ ടവറിൻ്റെ ലൊക്കേഷൻ തിരയായിരിക്കും. അന്വേഷണ പരിധിയിൽ നമ്മുടെ സിം കാർഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. 3 ഫോണുകൾ സഞ്ചരിക്കുന്നത് ഒരേ ദിശയിലാണെന്ന് മനസ്സിലാക്കിയ നമ്മളെ പെട്ടില്ലേ പിച്ചളെ? ഇനി എന്ത് ചെയ്യും ഭായി? ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട് പിച്ചളെ. നമ്മളിലൊരാൾ മതികലയുടെ ഫോൺ മാത്രം എടുത്തുകൊണ്ട് നഗരം ചുറ്റുക. അപ്പോഴവർക്ക് കൺഫ്യൂഷനാവും. ഇനി അതല്ലെങ്കിൽ മാണിക്യമംഗലത്തിൻ്റെ ടവർ പരിധിയിൽ ഈ മൊബൈൽ സൂക്ഷിക്കുക. അങ്ങനെയാവുമ്പോൾ ഫോൺ മതികലയുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് അവർ തെറ്റിദ്ധരിച്ചോളൂ. ആ ബുദ്ധി കൊള്ളാൻ മനസ്സിലും ഭായി. എങ്കിൽ ഞാനിപ്പം തന്നെ ഫോണുമായിട്ട് മാണിക്യമംഗലത്തിൻ്റെ ചുറ്റുവട്ടത്ത് ചെന്ന് നിൽക്കാം. വരട്ടെ, കാർത്തിക തിരിച്ചു വിളിക്കട്ടെ. രഞ്ജിനിയെ തപ്പിയെടുക്കാൻ വല്ല വഴിയും കിട്ടിയാൽ ശിവയുടെ ക്ലൈമാക്സ് വഹിക്കണ്ട. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഫോൺ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ശരി, എങ്കിൽ പിന്നെ കാത്തിരിക്കാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? എടി പെണ്ണെ, വേഗം കുടിക്കടി. അധികം താമസിക്കാതെ നിനക്ക് മാമൂട്ടുന്നുണ്ട്. നിനക്ക് മാത്രമല്ല, നിന്റെ ആങ്ങളച്ചക്കനും. എന്താടി കൊച്ചേ, വയറ് നിറഞ്ഞോ? അയ്യോ, കാക്ക എന്തിയേ? കാ 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 പൂച്ച കാണണ്ടേ? അവൾക്ക് മതിയായിട്ടുണ്ടാവും അപ്പച്ചിയമ്മേ. ഇങ്ങെടുക്ക, ഞാൻ കിടത്തി ഉറക്കാം. നീ എവിടേക്കാ ബാല? 1-2 ആവശ്യങ്ങളുണ്ട് അപ്പച്ചിയമ്മേ. കോപ്പറേറ്റീവ് ബാങ്കിലെ ബോർഡ് മീറ്റിംഗ് നാളെയോ മറ്റന്നാളോ നടക്കും. നമ്മുടെ ലോൺ എങ്ങനെയെങ്കിലും പാസ്സാക്കി എടുക്കണം. കുട്ടാപ്പൂനെ ഒന്ന് കാണണം. ഇന്നലെ ബ്ലഡ് എടുത്തപ്പം വലിയ കരച്ചിലായിരുന്നെന്ന് വാർഡൻ പറഞ്ഞു. അവനെ ഒന്ന് സമാധാനിപ്പിക്കണം. നീ മീറ്റിംഗിനാണെന്നും പറഞ്ഞിറങ്ങുന്നത് ഇതിനാണെന്ന് അപ്പച്ചിയമ്മയ്ക്ക് അറിയാം മക്കളെ. ലോകത്തൊരച്ഛനും ഈ ഗതികേട് വരാതിരിക്കട്ടെ. അത് തന്നെ അപ്പച്ചിയമ്മേ എൻ്റെ പ്രാർത്ഥന. കുഞ്ഞുമണിയുടെ മുടങ്ങിപ്പോയ ചോറൂണ് ഉടനെ നടത്തണം മക്കളെ. അത് വച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ല. കുട്ടാപ്പും കൂടെ വന്നോട്ടെ അപ്പച്ചിയമ്മേ. 2 കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് ചോറ് കൊടുക്കാം. എന്തായാലും തിരുവോണത്തിന് മുമ്പ് നടത്തണം. 2 പിള്ളേർക്കും ഒരിത്തിരി വറ്റു കൊടുക്കാതെ ഞാൻ ഉണ്ണത്തില്ല, പറഞ്ഞേക്കാം. അതിനു മുമ്പേ തന്നെ ഒക്കെ നടക്കും അപ്പച്ചിയമ്മേ. കുട്ടാപ്പൂന് ഞാനും പിന്നെ കുഞ്ഞുമണിക്ക് മനസ്സിനും ചോറ് കൊടുക്കും. അവരെ അനുഗ്രഹിക്കാൻ സീതയും കുട്ടിമണി എല്ലാരും വരും. കുട്ടിമണി വരുവോ മക്കളെ? നമ്മളൊന്നും ഇപ്പൊ അവളുടെ ആരും അല്ലല്ലോ. എന്നാലും കൊണ്ടുവരാൻ ഞാൻ രാഹുലിനോട് പറയൂ അപ്പച്ചമ്മേ. നമ്മളെയും കുഞ്ഞുമണിയൊന്നും അവൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആ സാന്നിധ്യം ചടങ്ങിൽ വേണം. എങ്കിൽ പിന്നെ കുഞ്ഞുമണിയെ കുട്ടിമണിയുടെ മടിയിൽ വെച്ച് മനസ്സിൽ ഞാൻ ചോറ് കൊടുക്കട്ടെ. അതല്ലേ നല്ലത്?
നല്ലത് അത് തന്നെയാ. പക്ഷെ അതിനൊന്നും രാഹുലം വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വഴങ്ങിയാല്? കുഞ്ഞുമണിയുടെ അവകാശമല്ലേ അത്? നമ്മുടെ അവകാശങ്ങളൊക്കെ കുട്ടിമണി തന്നെ രാഹുലിന് തീരെഴുതി കൊടുത്തില്ല അപ്പച്ചമ്മ. അതാലോചിക്കുമ്പോൾ രവി പറയുന്നത് ന്യായമാണെന്ന് എനിക്കും തോന്നുന്നു. എന്നും നമ്മളൊക്കെ അവളുടെ ഇഷ്ടത്തിനല്ലേ വില കൊടുത്തിരുന്നത്. പക്ഷെ സിജിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. സീതയ്ക്കും സിജിന്റെ വെറുപ്പായില്ലേ? ഈ പരിശോധനയുടെ ഫലം വരുന്നതോടെ സീതയുടെ മനസ്സ് മാറും മക്കളെ. കുട്ടാപ്പുവിനെ അവൾ അംഗീകരിക്കും. കുഞ്ഞുമണി മനസ്സിന്റെയും കുട്ടിമണിയുടെയും മോളാണെന്ന് അവൾക്ക് ബോധ്യമാകും. കുറെ നാളായല്ലോ ഈ കഥ പറഞ്ഞു തുടങ്ങിയിട്ട്, ഇതുവരെ കഴിഞ്ഞില്ല. ബാലേട്ടൻ കോപ്പറേറ്റീവ് ബാങ്കിലേക്കെന്നും പറഞ്ഞിറങ്ങിയത് അനാഥാലയത്തിലേക്കാണെന്ന് ഞാൻ ഊഹിച്ചു. സ്വന്തം മോളെ മറന്നിട്ട് അനാഥ കൊച്ചിന്റെ പുറകെ പോവാൻ നാണാവുന്നില്ലേ ബാലേട്ടന്? ഇല്ലടി, അവൻ എന്റെ കുഞ്ഞാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെന്തിനാ ഞാൻ നാണിക്കുന്നത്? നാണോ മാനോ ഇല്ലാതെ ബാലേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ആ ഭ്രാന്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. ആ കൊച്ചിന് ഈ വയലോരം വീടിന്റെ പടി ഇനി താണ്ടിയ എന്റെ മോളെ കൊണ്ട് ഞാനിവിടെ ഇറങ്ങും. നോക്കിക്കോ. ഇങ്ങനെയൊന്നും അല്ലല്ലോ മോളെ നീ നിന്റെ അമ്മായിയോട് പറഞ്ഞത്. അമ്മായിയോട് ഇത് തന്നെയാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്ന അവരുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തു. ഓ, മുറച്ചിറക്കനുണ്ടല്ലോ അവിടെ. കഴുത്തിലൊരു താലി പോലും കെട്ടാതെ കൂടെ പൊറപ്പിച്ചോളാന്ന് വാക്ക് തന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണോ ബാലേട്ടൻ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? ഇത്തരം വാക്കുകൾ പറയുമ്പോ തന്നെ അറയ്ക്കുന്നില്ലേ ബാലേട്ട? ഇങ്ങനെയൊന്നും അല്ല ശകുന്തള എന്നോട് പറഞ്ഞത്. 2 പിള്ളേരെയും നീ നോക്കിക്കൊള്ളാന്ന് സമ്മതിച്ചെന്നാ. പിന്നെ രണ്ടുപേരെ നോക്കി. എനിക്ക് നോക്കാൻ ദൈവം എനിക്ക് തന്ന മോളുണ്ട്. തൽക്കാലം അത് മതി. ഞാൻ പോയിട്ട് വരാം. ബാലേട്ടൻ ഇപ്പൊ എവിടെയും പോണ്ട. വഴി മാറി സീതേ, എനിക്ക് എന്റെ മോനെ കാണണം. പറ്റില്ല. ബാലേട്ടനെ കാണാൻ നമ്മുടെ മോളുണ്ട്, അത് മതി. നീ മുമ്പിന്ന് മാറ്. നീ വെറുതെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാൻ മാറില്ല ബാലേട്ട. എന്നെ തള്ളി മാറ്റിയിട്ട് പോയാ എന്നേക്കുമായി എന്നെ ഒഴിവാക്കുകയാണെന്ന് ഞാൻ കരുതും. ഇതിപ്പോ എന്റെ മോളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. ഇനി തോറ്റു തരാൻ എനിക്ക് വയ്യ. ആത്മാഭിമാനമുള്ള ഒരമ്മയും ഭാര്യയാണ് ഞാൻ. മോളെ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബാലൻ പോയിട്ട് വരട്ടെ. അഥവാ ഇനി നിങ്ങളുടെ കുഞ്ഞുമണിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും കുട്ടാപ്പു ഇവിടത്തെ ചോര തന്നെ ആവുമല്ലോ. കുട്ടിമണിയുടെ മോനായിട്ട് നിനക്കവനെ കണ്ടൂടെ? ഇങ്ങനൊരു കാര്യം പറഞ്ഞ അപ്പച്ചി അമ്മ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇനി അത് വേണ്ട. കുട്ടിമണിയുടെ കുഞ്ഞ് മരിച്ചാ പിറന്നത്. അനാഥാലയത്തിൽ നിന്ന് വിളിക്കായിരിക്കും. അച്ഛനെ കാണാതെ മോൻ കരയുന്നു എന്ന് പറയാൻ. പരിഹസിക്കണ്ട. മിക്കവാറും അവിടെ നിന്ന് തന്നെയാവും വിളി. എനിക്ക് ഫോണിങ്ങിതാ, ഞാൻ സംസാരിക്കാം അവരോട്. വേണ്ട, എനിക്ക് വന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ എനിക്കറിയാം. ഹലോ, ഞാനാ ബാലേട്ടാ, മതികൊല. എന്താണ് നിനക്ക് വേണ്ടത്? ആ അറുകൊലയാണോടാ? എന്റെ ഫോണിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ബാലേട്ടാ. ഫോൺ കിട്ടിയാലേ പോകൂന്ന് പ്രതിജ്ഞ എടുത്ത ഞാൻ ഡീസന്റ് ആയിട്ട് ഇറങ്ങി തന്നില്ലേ? എന്നിട്ടും എന്റെ ഫോൺ തരാത്തത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഫോൺ തരാൻ എനിക്ക് മനസ്സില്ല. നീ കൊണ്ട് കേസ് കൊടുക്ക്. കൊടുക്കും. കേസ് കൊടുക്കാൻ തന്നെ പോവുക ഞാൻ. ഞാനൊരു വക്കീലിനെ കണ്ടിരുന്നു. മോഷണക്കുറ്റം തന്നെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ മേൽ ചുമത്താനാ അദ്ദേഹവും പറഞ്ഞത്. എല്ലാവരും പെടും. ഇതിൽ കൂടുതലായിട്ട് നീ ഞങ്ങളെ എന്ത് പെടുത്താനാടി? ആ പേടിയൊന്നും എനിക്കില്ല. പേടിച്ചേ പറ്റൂ ബാലേട്ടാ. മനസ്സിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ക്രിമിനൽ കേസ് നേരിടേണ്ടി വരും നിങ്ങൾക്ക്. ബാംഗ്ലൂരിലെ എന്റെ തന്തയുടെ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നിന്ന് പോലീസ് രവിയെ വിലങ്ങ് വെച്ച് തൂക്കിയെടുക്കും. പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിലെ ലോൺ സാങ്ഷൻ ആവാനുള്ള അവസാനത്തെ പടിയിലിരിക്കുക. ഒരു ക്രിമിനൽ കേസിലെ പ്രതിക്ക് ഇത്രയും വലിയ തുക കൊടുക്കാൻ അവർ തയ്യാറാവുക ബാലേട്ടാ? നീ എന്താണ് ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? നല്ല 4 ചീത്ത പറയടാ. ചീത്ത വിളിച്ച വിവരം അറിയൊന്ന് പറ കുപ്പച്ചിത്തള്ളയോട്. ഞാൻ പറയാം. എടി ആനമരുതേ, നിന്റെ ഫോൺ ഞങ്ങൾ മുഴുങ്ങി തിന്നടി. എന്നിട്ട് നീട്ടി 4 ഏപ്പക്കവും വിട്ട്. മുഴുങ്ങി തിന്നത് മുഴുവൻ ഛർദിപ്പിക്കാനേ എനിക്കറിയാൻ തള്ളേ. എന്നോട് ദേഷ്യപ്പെടാൻ മാത്രം വളർന്നോടി നീ? ആ വളർന്നു. നിങ്ങളെ ആ വീട്ടിലിട്ട് എന്നെ കഷ്ടപ്പെടുത്തിയതൊക്കെ ഞാൻ മറന്നിട്ടൊന്നുമില്ല. ചുണയുണ്ടെങ്കിൽ വാടി ഇങ്ങോട്ട്.
you.